ഹലോ ഗേസ്, വെൽക്കം ടു മൈ ചാനൽ മൈ ടു വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയലിലാണ്. വയലിൽ ഒരു മൂന്നാമത്തെ ഘട്ടം ഒരു വളമിടുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ വരുന്ന ആളല്ല, ഇത് നമ്മളെ അയൽവാസി തന്നെയാണ് ഇന്നുള്ളത്. പിന്നെ വളയിടാനായിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അതിൽ കുറച്ച് പറിച്ച് മാറ്റി റെഡിയാക്കിയിട്ട് കോഴിക്കാഷ്ടമാണെന്ന് ഇടുന്നത്. അതാണ് ഇന്നത്തെ വളം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഇന്നിപ്പോൾ ഇവിടെ വന്നേക്കുന്ന രാവിലെ വന്ന് കാണുമ്പോൾ ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് പന്നി കയറിയിട്ടുണ്ട്. പന്നി നല്ല രീതിയിൽ മേളം കാണിച്ചിട്ടുണ്ടെന്ന്. ഇത് നമ്മളെ തൊട്ടടുത്ത വയലാണ്. അവിടെ നിന്ന് പണിക്കാർ നിൽക്കുകയാണ്. അവിടെ രണ്ടുപേരുണ്ട്. അവർ വളമിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് 2-3 സെക്ഷനായിട്ടാണ്. 2-3 തട്ടിൽ വാഴയും ഒരു തട്ടിൽ ഫുള്ള് ഇഞ്ചിയാണ് ഇട്ടേക്കുന്നത്. ഒരു ഇതിൽ മഞ്ഞൾ. അങ്ങനെ പരിപാടിയിലാണ് ഈ ഭാഗത്ത് ഈ വയലിൽ ചെയ്തേക്കുന്നത്. ആ വയലിലാണ് ആദ്യമായിട്ട് ഇന്നിപ്പം രാവിലെ വന്ന് നോക്കുമ്പോൾ പന്നി കയറിയേക്കുന്നത്. ഈ വേലി വച്ചേക്കുന്ന പിന്നെ കമ്പുകളാണ് കുത്തിയേക്കുന്നത്. നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ എൻ്റെ വയലിൽ ചേന കുത്തിയേക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സംഭവം പോയി അകത്തോട്ട് പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇത് വേറൊരാളുടെയാണ്. പിന്നെ കപ്പ വച്ചേക്കുന്നത്. അതിൽ നല്ല രീതിയിൽ ഒരു തട്ടിലിറങ്ങി. ഇതാണ് റൂട്ട്. ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ വരും അവർ. ഈ എൻ്റെ വയലിൻ്റെ അറ്റത്തെ വരമ്പിലൂടെ സംഭവം ഇറങ്ങി. ഈ സാരിയൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ കയറാൻ പറ്റിയില്ല. പക്ഷേ ഈ സൈഡിൽ നിന്ന് ഇതിലെ ഇറങ്ങി ഇപ്പുറത്ത് കയറിയിട്ട് ഇതിൻ്റെ റൂട്ട് നേരെ ഇതെൻ്റെ പെരേടല്ല, വയലല്ല, ഇതിലൂടെ ഇറങ്ങിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ തട്ടിൽ ഒരു 6-7-8 മൂട് കമ്പ് കംപ്ലീറ്റ് കുത്തി എന്ന് പറഞ്ഞാൽ വലിയ ഹോളായിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പുറത്തെ തട്ടിൽ ഒരെണ്ണം. പന്നിയുടെ ശല്യം വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ വയലിലേക്ക് ഇറങ്ങിയാണ് പന്നി പോകുന്ന റൂട്ടുകൾ ചെയ്യാനായിട്ട്. എൻ്റെ ഇവിടുത്തെ ഒരു കമ്പ്, ഞാൻ ഇതിനിടയിൽ കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പ് കുത്തി മലത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നതാണ്ട് ഇവിടെ ഒരു ചീനിക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. ചീനി അത് കംപ്ലീറ്റ് കുത്തി വെളിയിലാക്കി കളഞ്ഞു. അതിനകത്ത് ഒന്നുമില്ല, ഇപ്പം പൊടിച്ച് വരുന്നതാണ്. പക്ഷേ അവർക്ക് ഈ കിഴങ്ങുകളുടെ ഏതൊക്കെ ഇതിൻ്റെ മൂടുകൾ അറിയാൻ പറ്റും. നല്ലൊരു ചീനിയായിരുന്നു. അതിൻ്റെ മൂട് കുത്തിയെടുത്ത് കളഞ്ഞു. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. പന്നികളിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കാൽപ്പാടുകളുണ്ട് ഇവിടെയൊക്കെ. അങ്ങനെ വാഴകളൊക്കെ ഏതാണ്ട് ഒരുവിധം ഈ 1 മീറ്റർ 1.5 മീറ്റർ പൊക്കത്തിലൊക്കെ ആയതുണ്ട്. 1 മീറ്റർ ശരാശരി ഒരുവിധം എല്ലാം 1 മീറ്റർ പൊക്കത്തിലായി. ഇതിനിടയിൽ ഞാൻ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു ഇനം മാവാണ്. അത് മാവ് ഒന്ന് നട്ടിട്ടുണ്ട്. പിന്നെ വരിക്കപ്ലാവ് ഒരെണ്ണം ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി 1-2 ഞാൻ കൊണ്ടുവച്ചേക്കുന്ന മാവ് വേറെ 2-3 എണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ മാവ് ഇവിടെ ഇരിക്കണം. അത് നട്ടിട്ടില്ല, അത് നടണം. പിന്നെ ഒരു 5 തെങ്ങ് വെച്ചു അതിനിടയിൽ. എല്ലാം ഒന്ന് മിക്സഡായിട്ട് പരീക്ഷണമാണ് ഇതെല്ലാം. 5 തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ. ഇതാണ് നമ്മളെ അയൽവാസിയാണ് സുധീഷ് അണ്ണനാണ് ഇപ്പം നമ്മളെ പുതിയ ആളിവിടെ. മറ്റേ അദ്ദേഹം ഉണ്ട്. മറ്റേ അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹമാണ് ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട്
നിൽക്കുകയാണ്, ഇവിടെ ഉണ്ട്. നല്ലത് അതൊക്കെ ഇതിനിടയിൽ പോകുന്നുണ്ട്. അവിടെ പില്ല് വീഴുന്ന ആള് നമ്മളെ ആളാണ്. അത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഇരുന്ന് അയ്യോ ഇന്ന് കൊക്കൊന്നും വന്നില്ലല്ലേ? മറ്റേ കുറേ കൊക്കുകളും